അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ രാവിലെ 5 മണിക്ക് തന്നെ യാത്ര തിരിച്ചിരിക്കുകയാണ് ഞങ്ങൾ. ഇന്ന് 2025 ഓഗസ്റ്റ് 10 ഞായറാഴ്ച. സനാതനധർമ്മ പാഠശാലയുടെ ശ്രീരാമരാജ്യം 2025 പ്രോഗ്രാം എറണാകുളത്തെ പാലാരിവട്ടത്ത് വെച്ച് നടക്കുകയാണ്. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നും വരുന്ന എല്ലാ സജ്ജനങ്ങൾക്കും ആദ്യമായി എൻ്റെ നമസ്കാരം. 14 ജില്ലകളിൽ നിന്നും പങ്കെടുക്കുന്ന 1000 കുഞ്ഞുമക്കളുടെ വിദ്യാർത്ഥികളുടെ രാമായണ പാരായണം പരിപാടിയാണ് ഇന്ന് എറണാകുളത്തെ പാലാരിവട്ടത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത്. പാലക്കാട് നിന്നും 3 ബസ്സുകളിലായാണ് ഇവിടുത്തെ കുട്ടികളും മാതാപിതാക്കളും പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്നും എറണാകുളത്തേക്കുള്ള ഒരു യാത്രയും പിന്നെ എറണാകുളത്ത് നടക്കുന്ന ശ്രീരാമരാജ്യം പരിപാടിയുടെ പ്രധാന പരിപാടികളുമാണ് ഈ ഒരു ചെറിയ വീഡിയോയിൽ ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രീരാമദേവൻ വിജയിക്കട്ടെ. നന്ദി, നമസ്കാരം. അപ്പോൾ നമ്മുടെ ശ്രീരാമദേവനും സീതാദേവിയും ലക്ഷ്മണദേവനും ഹനുമാനുമൊക്കെ റെഡിയായിരിക്കുകയാണ്. ഇനി നമുക്ക് പരിപാടിയിലേക്ക് പോകാം. രാമനാമം രാമായണശീലുകളായി
പിഞ്ചു ഹൃദയങ്ങളിൽ നിറഞ്ഞു തുടങ്ങിയതിൻ്റെ സന്തോഷത്തിലാണ് നാം എല്ലാവരും. ഈ ധന്യമുഹൂർത്തത്തിൽ വർത്തമാനകാലത്ത് രാമായണ തത്വത്തിൻ്റെ പ്രസക്തി നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും വിധം മനോഹരമായൊരു ദൃശ്യാവിഷ്കാരവുമായി പാലക്കാടിൻ്റെ ഗ്രാമീണ ഭംഗി നിറഞ്ഞൊഴുകുന്ന നിളയുടെ തീരത്തു നിന്നും എത്തുന്നു ഒരു കൂട്ടം കുസൃതിക്കുരുന്നുകൾ. നമ്മുടെ സ്വന്തം ബീന ടീച്ചറിൻ്റെ തിരക്കഥയും സംഭാഷണവും. കോർഡിനേറ്റ് ചെയ്യുന്നത് പത്മജ ടീച്ചർ ശ്രുതി. അഭിനയ മികവുമായി സദസ്സിന് മുന്നിലെത്തുന്ന ബാലതാരങ്ങളെ പരിചയപ്പെടുത്തുന്നു. അദ്വൈത് ശങ്കർ ശ്രീരാമൻ, കാവ്യശ്രീ സീതാദേവി, ആദിശങ്കർ ലക്ഷ്മണൻ, ശ്രീരാജ് ഹനുമാൻ, അനികേത് അച്ഛൻ, അനഘ അമ്മ, ശ്രീലക്ഷ്മി മുത്തശ്ശി, വേദ് കൃഷ്ണ ഉണ്ണി, ആദിത്യ അമ്മു. ഈ ദൃശ്യാവിഷ്കാരത്തിൻ്റെ അവസാനം നടക്കുന്ന ഭജനയിൽ സദസ്സിലെ എല്ലാവരും കൂടെ പാടി പ്രോത്സാഹിപ്പിക്കണമെന്നും അപേക്ഷിക്കുന്നു. തെറ്റുകൾ സദയം പൊറുക്കണമെന്ന് ഈശ്വരനോടും സദസ്സിനോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കുന്നു. ബാലകാണ്ഡം. ഹരി ശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. ശ്രീരാമ രാമ രാമ. ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ. ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ. സീതാഭി രാമ രാമ. ശ്രീരാമ രാമ രാമ. ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ. മമ ഹൃദി രാമധാം രാമ രാമ. ഇത് രാമായണമാണ് ഉണ്ണി. ഇതിൽ ഉത്തമ പുരുഷനായ ശ്രീരാമചന്ദ്രന്റെ കഥകളാണ്. ഓരോ മനുഷ്യരും എങ്ങനെയുള്ളവരാകണമെന്ന് വ്യക്തമായി കാണിച്ചു തരുന്ന ഇതിഹാസ പുരാണമാണ് ഈ രാമായണം. മുത്തശ്ശി, ഈ ശ്രീരാമചന്ദ്രന്റെ കാര്യങ്ങൾ പറഞ്ഞു തരുവോ? ഓ, പറഞ്ഞു തരാലോ. മുത്തശ്ശി, ഈ രാമായണം എന്നും വായിക്കണോ? വേണം. ഉണ്ണി എന്നും രാവിലെ എഴുന്നേറ്റ് ദേഹശുദ്ധിയൊക്കെ വരുത്തി കളിക്കുകയും കഴിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യണില്ലേ? അതുപോലെ സന്ധ്യക്കെങ്കിലും കുറച്ചു നേരം നാമം ചൊല്ലുകയും പുരാണ കഥകൾ കേൾക്കുകയും ഒക്കെ വേണം. മനസ്സിനൊരു സുഖം കിട്ടും. മാത്രമല്ല ഇതിൽ നിന്ന് നല്ലതും ചീത്തയും മനസ്സിലാക്കാനും സാധിക്കും. ഇതിൽ നല്ല ഗുണപാഠങ്ങളുണ്ട് ഉണ്ണിയെ. അത് ശരിയാ. സ്കൂളില് ടീച്ചറും ഗുണപാഠ കഥകൾ പറഞ്ഞു തരാറുണ്ട്. ഞങ്ങളൊക്കെ മിടുക്കരാവാനാണ് അത്രേ. മുത്തശ്ശി, ഈ ശ്രീരാമന്റെ കഥകൾ മുഴുവനും പറഞ്ഞു തരുമോ? പിന്നെന്താ, പറഞ്ഞു തരാലോ. അമ്മയ്ക്ക് നാമം ചൊല്ലി രാമായണം വായിക്കുകയും ചെയ്യണമെങ്കിൽ അത് ചെയ്താൽ പോരെ? ഉണ്ണി അതിനടുത്ത് പിടിച്ചിരുത്തണോ? അവൻ എത്ര പഠിക്കാനുണ്ടെന്നറിയോ? വെറുതെ സമയം കളയണ്. സന്ധ്യക്ക് ഇത്തിരി നേരം നാമം ചൊല്ലുന്നത് സമയം കളയലാണോ കുട്ടിയെ? അതിലൂടെ ഉണ്ണി മിടുക്കരാവല്ലേ ഉള്ളൂ. എന്റെ അമ്മേ, എന്താ ഇവിടുത്തെ ബഹളം? മുത്തശ്ശിയോട് പറയാണ്. മുത്തശ്ശിക്ക് വേറെ പണിയൊന്നുമില്ല. ഉണ്ണിയെ അടുത്ത് പിടിച്ചിരുത്തി രാമായണ കഥ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക. അത് നല്ലതല്ലേ അമ്മേ? എനിക്കും മുത്തശ്ശി പറഞ്ഞു തന്നിരുന്നല്ലോ. അതൊക്കെ കേട്ട് പഠിച്ചിട്ടല്ലേ സ്കൂളിലെ രാമായണ ക്വിസിൽ എനിക്ക് എപ്പോഴും 1ാം സ്ഥാനം കിട്ടിയിരുന്നത്. അമ്മ അതൊക്കെ മറന്നോ? ഞാനൊന്നും പറയണില്ല. എന്താ ആയിക്കോട്ടെ. എന്താ ശ്യാമേ, എന്താ അത്ര ബഹളം ഈ സന്ധ്യാസമയത്ത്? സേതുവേട്ടാ, എന്നെ ഇവിടുത്തെ ചൂടാക്കിപ്പിക്കണ്ട കേട്ടോ. ചൊറിഞ്ഞു വരുന്നുണ്ട് എനിക്ക്. അതിന് മാത്രം ഇപ്പൊ എന്താ ഉണ്ടായേ? നിങ്ങൾക്ക് ആർക്കും ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. രാവിലെ 4:30 എണീറ്റ് ഇവിടുത്തെ പണികൾ സകലതും ഒരുക്കി വെച്ച് ബസ്സും പിടിച്ച് സ്കൂളിലെത്തണം. അവിടുത്തെ കാര്യം പിന്നെ പറയേം വേണ്ട. വൈകിട്ട് 5:30 വീട്ടിൽ തിരിച്ചെത്തിയ തദൈവ വീട്ടുപണി തന്നെ. എനിക്കും നാമം ചൊല്ലാനും രാമായണം വായിക്കാനും വെറുതെ ഇരിക്കാനൊക്കെ മോഹമുണ്ട്. പക്ഷേ സമയമില്ലല്ലോ. ഇതൊക്കെ പറയാൻ മാത്രം ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായേ? അടുത്ത ആഴ്ച യൂണിറ്റ് ടെസ്റ്റ് ആണ് ഉണ്ണിക്ക്. അതിനെന്തെങ്കിലും ഇരുന്ന് പഠിക്കണ്ടോ നിങ്ങളുടെ മോൻ? അമ്മയുടെ അടുത്തിരുന്ന് രാമായണം കഥ കേട്ടോണ്ടിരിക്കുക. ദേഷ്യം വരാതിരിക്കുവോ? ആ, അത് നല്ലതല്ലേ. സന്ധ്യാസമയല്ലേ ഇപ്പോ. പഠിക്കൽ കുറച്ച് കഴിഞ്ഞിട്ടും ആവാലോ. രാമായണ തത്വം മനസ്സിലാക്കിയല്ലേ ഉണ്ണി വളരേണ്ടത്. സേതോട്ടൻ പറയണത് എനിക്ക് മനസ്സിലാവണില്ല.
ഇപ്പൊ കുട്ടികള് പഠിക്കുന്ന കാര്യത്തിലല്ലേ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടത്. എന്നാലല്ലേ അവരുടെ ഭാവി നല്ലതും സുരക്ഷിതവുമാകൂ. താഴത്തെ വീട്ടിലെ കുമാരൻ്റെ മോളുടെ മോൻ്റെ കാര്യം മറന്നോ നീ? രണ്ടുപേരും നന്നായി പഠിക്കണ കുട്ടികളായിരുന്നു. എല്ലാത്തിലും 1-ാം സ്ഥാനം നേടിയിരുന്നവർ. മോള് ചെറുപ്പത്തിൻ്റെ ചാവല്യത്തിൽ പലയിലും ചെന്ന് ചാടി ഇപ്പം നരകതുല്യമായ ജീവിതം അനുഭവിക്കണത്. മോനാണെങ്കിലോ കോളേജിൽ ചീത്ത കൂട്ടുകെട്ടിൽ പെട്ട് ഇപ്പം ലഹരിക്ക് അടിമപ്പെട്ടിട്ടും. അവനവൻ്റെ ധർമ്മം മനസ്സിലാക്കാത്താവില്ല ഇതിനൊക്കെ കാരണം. കുട്ടികൾ സ്കൂൾ പഠനത്തിനൊപ്പം അവനവൻ്റെ ധർമ്മത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും വേണം. എന്നാലല്ലേ അവർ മിടുക്കരായി വളരൂ. നമ്മൾ രക്ഷിതാക്കൾ ഇങ്ങനെയുള്ള കുട്ടികളെയാണ് സമൂഹത്തിന് സംഭാവനയായി നൽകേണ്ടത്. എന്നാലല്ലേ രാമരാജ്യം എന്ന സ്വപ്നം പൂവണിയൂ. ഞാൻ ഇത്രയ്ക്കൊന്നും ചിന്തിച്ചില്ല സേതുവേട്ടാ. അപ്പം ഇന്നു മുതൽ നമ്മളെല്ലാവരും സന്ധ്യയ്ക്ക് കുറച്ച് നേരം നാമജപവും രാമായണ പാരായണവും ഒക്കെ ഇട്ട് പോകുന്നു. എല്ലാവർക്കും സമ്മതമല്ലേ? അത് കഴിഞ്ഞ് ഞാനും കൂടാൻ നിന്റെ കൂടെ ജോലി ചെയ്യാൻ പോരെ? മതി മതി, ധാരാളം. അച്ഛാ, കർക്കിടക മാസത്തിൽ കോളേജിലെ രാമായണ തത്വവുമായി ബന്ധപ്പെട്ട രചനാ മത്സരം നടന്നിരുന്നു. എന്റെ എഴുത്തിനാണ് 1-ാം സ്ഥാനം കിട്ടിയത്. നമുക്കതൊന്ന് ഒരുമിച്ച് ചൊല്ലിയാലോ? ആ, അതിനെന്താ, നീ അത് എടുത്തോണ്ട് വാ, നമുക്ക് അമ്മയെ കൊണ്ട് ചൊല്ലിക്കാം. പഴയ കാലത്തെ പാട്ടുകാരിയായിരുന്നു നിങ്ങളുടെ അമ്മ. ഓ ശരി, അമ്മ ചൊല്ലുന്നു, നമ്മൾ എല്ലാവരും ഏറ്റു ചൊല്ലുന്നു. രാമ 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 സീതാഭിരാമ. കാട്ടിലൂടെ പോണവരുടെ വസ്തുവും സമ്പത്തുമെല്ലാം തട്ടിപ്പറിച്ചു വാഴുന്ന കാട്ടാളനാം രത്നാകരൻ ഒരു നാൾ യാത്രികരായി വന്ന സപ്തർഷികളെ തടഞ്ഞപ്പോൾ കാട്ടാളന്റെ ചിത്തത്തിനു പരിവർത്തനമുണ്ടായി. സപ്തർഷികളാൽ കാട്ടാളൻ തൻ കർമ്മഫലത്തിനുത്തരവാദി അവനവൻ എന്നൊരു തത്വമറിഞ്ഞ് വാത്മീകിയായി. രാമ 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 സീതാഭിരാമ. ആദികാവ്യമായ രാമായണം രചിച്ച വാത്മീകി ആദികവിയായിട്ടങ്ങനെ പാരിലറിഞ്ഞു. അധ്യാത്മരാമായണത്തെ കിളിപ്പാട്ടായി മലയാളത്തിൽ രചിച്ച പുരുഷനല്ലോ തുഞ്ചത്താചാര്യൻ. 24,000 ശ്ലോകങ്ങളും 7 കാണ്ഡങ്ങളും ചേർന്ന ബൃഹത് കൃതിയല്ലോ ഈ രാമായണം. ബാല അയോധ്യ ആരണ്യ കിഷ്കിന്ധ സുന്ദര യുദ്ധം എന്നിങ്ങനെ 6 കാണ്ഡത്തിനു പുറമേ ഉത്തമമായൊരുത്തര കാണ്ഡത്തോടെ രാമായണം പരിസമാപ്തിയിലേക്ക് എത്തിച്ചേരുന്നു. രാമ 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 സീതാഭിരാമ. വേദതത്വശാസ്ത്രങ്ങളും ധാർമ്മിക മൂല്യങ്ങളുമെല്ലാം പ്രതിപാദിച്ചിടുന്നു ഈ രാമായണത്തിൽ. ഭക്തി, ധർമ്മം, പ്രതിജ്ഞ എന്നിവയുടെ പ്രാധാന്യത്തെ വ്യക്തമായി ചിത്രീകരിക്കുന്നീ ഗ്രന്ഥത്തിൽ. രാമ 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 സീതാഭിരാമ. ലോകത്തുള്ള സകലോർക്കും പ്രചോദനമാശ്വാസവും നൽകാനുതകിടും ഗ്രന്ഥമിതെന്നറിക നാം. ഓരോ മാനവന്റെയും സന്തോഷം, ദുഃഖം, ധർമാധർമ്മം, സത്യമസത്യവുമെല്ലാം തിരിച്ചറിഞ്ഞിടുവാൻ രാമായണത്തെ പഠിക്ക, തത്വങ്ങളെ ഉൾക്കൊണ്ടിടുക, മത്തിനാധാരമായി നിലകൊണ്ടിടുക നാം. രാമ 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 രാമ. അപ്പോൾ ഇത്രയും ഭംഗിയായി ഈ ഒരു പരിപാടി ശ്രീരാമരാജ്യം 2025 ഇവിടെ എറണാകുളത്ത് വെച്ച് സംഘടിപ്പിച്ച സനാതനധർമ്മ പാഠശാലയുടെ
എല്ലാ ഭാരവാഹികൾക്കും അതുപോലെ നമ്മുടെ ആചാര്യനും അധ്യാപകനുമായ ശ്രീ രാജേഷ് നാദാപുരം അവർകൾക്കും എൻ്റെ നന്ദിയും നമസ്കാരവും.